ഒരുപാട് പറയുന്നില്ല പറഞ്ഞതിലിപ്പോ കണ്ണൊക്കെ അറിഞ്ഞു ബ്രോ. അങ്ങനത്തെ സീനിലാണ് ഞാൻ നിൽക്കുന്നത്. ഹെൽപ്പ് ചെയ്യുക ബ്രോ, എല്ലാവരും ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ജെന്യുവിനായത് സ്പ്രെഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഇന്ത്യ ഉംഫി ഫാൻസ് ഇന്ത്യ ഉംഫി. ഈ ഇടക്കാരൻ എന്ന് പറയുന്ന ഒരു മൂവി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ മൂവി പുറത്തിറങ്ങിയതിന് ശേഷം പ്രതീക്ഷ പോലെ വലിയ രീതിയിൽ ഹിറ്റൊന്നും അടിച്ചിട്ടില്ലായിരുന്നു. അത്ര നല്ല റിവ്യൂ ഒന്നും അല്ല അതിനെ പറ്റിയിട്ട് കേട്ടത്. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ ഷെയ്ൻ നിഗം തിയേറ്ററിലൊക്കെ വന്ന് നിന്നിട്ട് ഭയങ്കരമായിട്ട് ആൾക്കാരുടെ അടുത്ത് കെഞ്ചുന്നുണ്ടായിരുന്നു. ഈ മൂവി ആരും തകർക്കാൻ ശ്രമിക്കരുത്, അത്യാവശ്യം നല്ല മൂവിയാണ്, ഫാമിലി ഓഡിയൻസിനെല്ലാം വന്ന് കാണാം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു പുള്ളി വന്ന് സംസാരിച്ചത്. എനിവേ ഞാൻ മൂവി കണ്ടിട്ടില്ല. പക്ഷേ ഷെയ്ൻ നിഗം ഭയങ്കര ഇമോഷണലി ഭയങ്കര വിഷമത്തോടെയൊക്കെയാണ് ആൾക്കാരോട് സംസാരിക്കുന്നത്. എന്തായാലും മനഃപൂർവ്വം എന്തോ മൂവി തകർക്കാനായിട്ട് ശ്രമിക്കുന്നതെന്നൊക്കെയുള്ള രീതിയിൽ. കുറച്ച് നാൾക്ക് മുന്നേ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനൊരു ഇന്റർവ്യൂ ഇവിടെ കാണിച്ചു തരാം. നമ്മുടെ ഉണ്ണിമുകുന്ദനെ പറ്റി പറയുന്ന ഒരു ഡയലോഗാണ്. എനിക്ക് ഷെയ്ൻ മഹിമ കോംബോ ആണ് ഇഷ്ടം. ബേസിക്കലി ഒരു ചേർച്ച വെച്ചിട്ട് ഒരു പെർസ്പെക്റ്റീവിലല്ലേ. എന്താ നമ്മളെ ചേർച്ചയില്ലേ? ഒരു മഹി അല്ല ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഇന്ത്യ ഉംഫി ഫാൻസ് ഇന്ത്യ ഉംഫി. ഈ പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടല്ലോ, ഉണ്ണിമുകുന്ദനെ പറ്റിയിട്ട് പറയുന്നതാണ്. അതായത് ഒരേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. എന്നിട്ടാണ് ഈ തോന്നിവാസങ്ങളൊക്കെ വന്നിരുന്ന് വിളിച്ചു പറയുന്നത്, പ്രത്യേകിച്ച് ഒരു ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ. അത് നിങ്ങൾ ആലോചിച്ചോണം. എന്തായാലും ഇപ്പം നല്ല രീതിയിൽ ഈ പറയുന്ന രീതിയിൽ ഇരിക്കുന്നത് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഷെയ്ൻ നിഗം ഭയങ്കര ഇമോഷണലി വന്നിട്ട് തിയേറ്ററിൽ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരുപാട് പറയുന്നില്ല പറഞ്ഞതിലിപ്പോ കണ്ണൊക്കെ അറിഞ്ഞു ബ്രോ. അങ്ങനത്തെ സീനിലാണ് ഞാൻ നിൽക്കുന്നത്. ഹെൽപ്പ് ചെയ്യുക ബ്രോ, എല്ലാവരും ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ജെന്യുവിനായത് സ്പ്രെഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്താണ് കണ്ടിട്ട് ഇപ്പൊ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടറിയാം, കുറച്ച് ഷോന്നുള്ള റിവ്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ജനങ്ങൾ വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങളെ കണ്ടല്ലേ പടം, നിങ്ങളൊന്ന് വിലയിരുത്തുക. അത്ര പറയാതെ പടം കണ്ട് തീരുമാനിക്കാം. അല്ലാണ്ട് ഓരോ ചിലവന്മാർ കാണിക്കാൻ നിങ്ങൾക്ക് വിലയിരുത്തരുത്, അത്ര പറയാനുള്ളൂ. ഇപ്പൊ സിനിമ കാണുമ്പോൾ പ്രേക്ഷകരെന്നുള്ള നിലയിൽ ഞാൻ കാണുമ്പോൾ രംഗയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എന്ന് ചിന്തിക്കാൻ നമുക്ക് തോന്നുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു സിനിമ കണ്ട നല്ലൊരു ശതമാനം ആളുകൾക്കും അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് വലിയ കാര്യമല്ലേ. താങ്ക് യു ബ്രോ, വലിയ കാര്യമാണ്. അത്രേ ഉള്ളൂ. ഇന്നിപ്പോ ഫസ്റ്റ് ഡേ ആണ്, അതായത് നൈറ്റ് ഷോ. ഞങ്ങളെല്ലാവരും നേരത്തെ പ്ലാൻ ചെയ്ത് ഇവിടെ എന്തെങ്കിലും ഒരു റൂം ഉണ്ടാക്കണമെന്ന രീതിയിലാണ് ഞാനും നമ്മുടെ ടീം മൊത്തമായിട്ട് വന്നത്. പുള്ളി ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിട്ടൊക്കെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നേരത്തെ ആ ഒരു ഇന്റർവ്യൂവിൽ കണ്ട ആ ഒരു കോൺഫിഡൻസ് ഒന്നും ഞാൻ ഇവിടെയും കാണുന്നില്ല. എന്തായാലും ഉണ്ണിമുകുന്ദനെ പറ്റിയിട്ട് പറഞ്ഞവന്മാരുടെയൊക്കെ അവസ്ഥയുണ്ടല്ലോ, ഭയങ്കര ശോകം തന്നെ. എന്തായാലും മാർക്കോടെ സെക്കൻഡ് പാർട്ടൊക്കെ വരാൻ പോകുന്നുണ്ട്. ഉണ്ണിമുകുന്ദനും വിക്രമൊക്കെ നിൽക്കുന്ന വീഡിയോസ് എല്ലാം അത്യാവശ്യം ഭയങ്കര വൈറലാണ്. എന്തായാലും ഉണ്ണിമുകുന്ദനെ പറ്റിയിട്ട് പറയുമ്പോഴത്തേക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാര്യം കുറേ ഈ പാർട്ടി ബേസിൽ കുറേ കുരു പൊട്ടുന്നവന്മാർക്ക് മാത്രമാണ് ബേസിക്കലി ഒരു കടിയുള്ളത്. അല്ലാതെ ഉണ്ണിമുകുന്ദനെ പറ്റിയിട്ട് ഇപ്പോൾ ആരും അനാവശ്യമായിട്ട് ഒരു മനുഷ്യരും പറയുന്നില്ല. ബിക്കോസ് ഉണ്ണിമുകുന്ദൻ്റെ വിജയത്തിൽ ആൾക്കാരെല്ലാവരും സന്തോഷിക്കുവാണ് അല്ലേ. അതായത് ഒരു സിനിമാ നടന്മാരും ഈ ഇത്രയും രീതിയിൽ ഹൈപ്പിൽ പോയിട്ട് പോലും അപ്പോഴൊന്നും നമുക്കൊന്നും ഈ പറയുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. അതായത് എന്ത് പറയണ്ടേ, നമുക്കൊന്നും ഇത്രയ്ക്ക് നമ്മൾ അവരെയൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഉണ്ണിമുകുന്ദനോട് അങ്ങനെയല്ല. ഈ ഒരു മൂവി ഇറങ്ങിയതിന് ശേഷം പ്രത്യേകിച്ച് ഉണ്ണിമുകുന്ദനോട് ആൾക്കാർ കാണിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോഴത്തേക്കാണ് നമുക്കൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഈ മനുഷ്യനോട് ഇത്രയ്ക്ക് നമുക്കൊക്കെ സ്നേഹം വന്നത് അല്ലേ. എന്തായാലും നമുക്ക് ഈ ഒരു മൂവിയുടെ ഒരു റിവ്യൂ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്താണ് ഈ ഒരു മൂവിയെ പറ്റിയിട്ട് ജനങ്ങളുടെ അഭിപ്രായം ഒന്ന് കേട്ട് നോക്കാം. പ്രത്യേകിച്ച് റിവ്യൂവേഴ്സിന്റെ അഭിപ്രായം ഞാൻ നോക്കുന്നില്ല. ജനങ്ങൾ, പബ്ലിക് ഓഡിയൻസ് ഈ മൂവി പറ്റിയിട്ട് എന്താ പറയണത് നമുക്ക് നോക്കാം. ഭയങ്കര ഓവറാണ്. ക്രഞ്ച് ഒലിപ്പിച്ചിട്ടൊക്കെ ആണെങ്കിൽ അങ്ങ് തള്ളയാണ്. കണ്ടോണ്ടിരിക്കാൻ പറ്റൂലെന്ന്, കരയാനും വയ്യ, ചിരിക്കാനും പറ്റാത്ത അവസ്ഥയൊന്നും പറ്റൂല, സഹിച്ചിരിക്കാൻ പറ്റൂല. 2.5 മണിക്കൂർ AC ഉറങ്ങണമെങ്കിൽ ഇതിനെടുത്ത സെറ്റായിരിക്കും. ആസ് എ പെർഫോമർ ഷെയ്ൻ എപ്പോഴും ഭയങ്കര കിടിലൻ വ്യക്തിയാണ്, നല്ലൊരു പെർഫോമറാണ് ശരിക്കും. ഷൈനിൻ്റെ ആയിക്കോട്ടെ പലയിടത്തും ഭയങ്കര ഓവർ ആക്ടിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. ഭയങ്കരമായിട്ട് ഷൈനിൻ്റെ ഒരു നാച്ചുറൽ സാധനമൊന്നും വന്നിട്ടൊന്നുമില്ല. അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. കഴിവുള്ളൊരു നടനാണ്. ആക്ടിംഗ് ഒക്കെ ഓക്കെയാണ്. ഡബിങ്ങിന്റെ ചെറിയൊരു വിഷയമേ ഉള്ളൂ, അല്ല പടം കുഴപ്പമില്ല, നമുക്ക് കണ്ടോണ്ടിരിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. കേട്ടല്ലോ, അതായത് ഒരു ആവറേജ് മൂവി, വലിയൊരു സംഭവം ഇല്ലെന്നൊക്കെയാണ് ആൾക്കാർ വന്നിരുന്ന് പറയണത്. അപ്പോൾ എന്തായാലും ജനങ്ങൾക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരെയൊക്കെ മനഃപൂർവ്വം വന്നിരുന്ന് ഫോഴ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. കാര്യം ഷെയ്ൻ നിഗം വന്നിരുന്ന് വളരെ ഇമോഷണലി വന്നിരുന്ന് സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. പടം കൊള്ളാമെങ്കിലേ ആൾക്കാർ വന്നിരുന്ന് കാണത്തുള്ളൂ. ഓക്കെ, എന്തായാലും ഷെയ്ൻ നിഗത്തിൻ്റെ കുറച്ച് നാൾക്ക് മുന്നേ ഈ പറയുന്ന മാർക്കോ മൂവിയെ പറ്റിയിട്ട് പുള്ളിക്കാരൻ 2 വാക്ക് പറയുന്നുണ്ട്. മൂവി കണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പിടി കിട്ടും. ഓൾറെഡി മാർക്കോ ഒക്കെ ഒരു വയലന്റ് മൂവി കണ്ടു. മാർക്കോ കണ്ടോ? ഇല്ല, കാണാൻ പറ്റില്ല, ഷൂട്ടില്. ഓക്കെ, മാർക്കോ പോലുള്ള മൂവീസ് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത് കണ്ടെങ്കിൽ ഞാൻ അതിനെ പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. എങ്ങനെയാണ് റിവ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ ഉൺചേട്ടനെ വിളിച്ചിരുന്നോ? കാരണം ഇത്രയും ഭയങ്കര വേൾഡ് വൈഡ് ആയിട്ട് അങ്ങനെ വിളിച്ച് അങ്ങനെ ഒരു പരിചയം അടുപ്പം ഇല്ല, അതുകൊണ്ട് വിളിച്ചില്ല. പിന്നെ പടം കണ്ടിട്ടുണ്ടെങ്കിൽ വിളിക്കായിരുന്നു, പടം കണ്ടിട്ടില്ല.
ഓക്കെ, അങ്ങനെ വിളിച്ചിട്ട് വലിയ പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പരിചയവും ഇല്ലാതിരുന്നിട്ടുള്ള രീതിയിലാണ് ഇന്റർവ്യൂലൊക്കെ വന്ന് പുള്ളിക്കാരൻ ബാബുരാജും കൂടെ ചേർന്നിട്ട് ഈ ഉണ്ണിമൂന്തനെ പറ്റിയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിലൊരു സംഭവമുണ്ട്. എന്താണെന്ന് പറയണ്ട, ഈ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് കയറി വരുന്നതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും മനസ്സിലാവത്തില്ല. ലിറ്ററലി ഒരു എന്താ പറയണ്ട, കൂടെ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ എന്തിനാണ് അവരെയൊക്കെ ഇങ്ങനെ കുറച്ച് കാണുന്നത്? നിങ്ങളുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഈ ജാഫർ ഇടുക്കിയൊക്കെ വന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അറിയില്ല, മാർക്കോ കിർക്കോ എന്നൊക്കെ പറഞ്ഞ്. അതിനുശേഷം ജാഫർ ഇടുക്കിയൊക്കെ വന്നിട്ട് പുതിയ ഷോ ആക്കി അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് മാപ്പൊക്കെ പറഞ്ഞ് ആ പയ്യനെ എനിക്ക് അറിയാവുന്നതാണ്, ഞാൻ പറയുന്ന ഒരു ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് വളച്ചൊടിച്ച് നിങ്ങൾ ആക്കുകയെന്നൊക്കെയാണ് ജാഫർ ഇടുക്കി പറഞ്ഞത്. ഈ സുരാജ് വെഞ്ഞാറമൂട് പിന്നെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അപ്പം എന്തായാലും സുരാജ് വെഞ്ഞാറമൂടിൻ്റെ പടം എനിക്ക് തോന്നുന്നു വലിയ രീതിയിൽ ഹിറ്റ് ആയിട്ടുമില്ല. എന്തായാലും കൊള്ളാം. എന്തായാലും ഷെയ്നിക്കം പറയുന്ന ബാക്കിയും കൂടെ നമുക്കൊന്ന് കാണാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ മീഡിയാസ് ജെന്യൂനായ റിവ്യൂസ്, പടം ഞാൻ പറഞ്ഞ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് സ്പ്രെഡ് ചെയ്യുക, അല്ലാണ്ട് വേറൊരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യരുത് ബ്രോ. ഒരുപാട് പറയുന്നില്ല, പറഞ്ഞത് ചിലപ്പോൾ കണ്ണൊക്കെ അറിഞ്ഞു ബ്രോ, അങ്ങനത്തെ ഒരു സീനിലാണ് ഞാൻ നിൽക്കുന്നത്. ഹെൽപ്പ് ചെയ്യുക ബ്രോ, എല്ലാവരും ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ജെന്യൂനായത് സ്പ്രെഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. വലിയൊരു റിക്വസ്റ്റ് ആണ്. പടം നല്ലതാണെങ്കിൽ നല്ലതാണ് പറയാം. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും പറയണില്ല ബ്രോ. നിങ്ങൾ ആലോചിക്കും, സാധാരണ നല്ല പടമാണ്, അതൊന്നും കുറച്ച് നെഗറ്റീവ്. ലിറ്റിലാസ് നല്ല പടമാണ്. ഈ ഷെയ്ൻ എന്ന് പറയുന്ന ആളോട് എന്തോ ഒരു തെറ്റുകാരം പോലെ എനിക്ക് തോന്നുന്നു ആൾക്കാർ. ലിറ്റിലാസ് നല്ല മൂവിയെ. എന്തായാലും ഒരു കാര്യമുണ്ട് ബ്രോ, ദൈവമുണ്ട്, അത് മീഡിയ തന്നെ നടപ്പിലാവുള്ളൂ. അതിന് വിശ്വാസമുണ്ട് എനിക്ക്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക, അല്ല ചുമ്മാതെ ഓരോ ആൾക്കാരെ ഇങ്ങനെ കുറച്ച് കാണുന്ന രീതിയിൽ പെരുമാറാതിരിക്കാൻ നോക്കുക. കാര്യം ഇപ്പം മൊത്തത്തിൽ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് ഉണ്ണിമൂന്തനോട് ഭയങ്കര പുച്ഛമാണ്, ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. കാര്യം ഇവരുടെയൊക്കെ ഉള്ളിലൊന്നും അത്ര പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഈ ഒരു മൂവി ഇറങ്ങിയതിന് ശേഷം ഞാൻ വലിയ സിനിമാ നടന്മാരുടെ, ഞാൻ ഈ പറയുന്ന മലയാളത്തിലുള്ള വലിയ സിനിമാ നടന്മാരൊന്നും എടുത്തു വെച്ച് ഷെയർ ചെയ്യുകയും ഇതിനെപ്പറ്റി 2 വാക്ക് പറയുന്നതൊന്നും ഞാൻ എങ്ങും വലുതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ചിലവർ പേരിന് വേണ്ടി പറഞ്ഞു പോകുന്നല്ലാതെ മാർക്കോ എന്ന് പറയുന്ന ഒരു മൂവിയെ പറ്റിയിട്ട് ആരും ഭയങ്കര ഹൈലൈറ്റ് ചെയ്തൊന്നും പറയുന്നില്ല. ഓക്കെ, അത് വേറെ ഒന്നും അല്ല, നല്ല രീതിയിൽ നല്ല കടി ഉണ്ടായതുകൊണ്ടാണ്. അല്ല എന്തായാലും അങ്ങ് മാറി കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.